സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തീരുമാനിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചുകൊണ്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന ഈ ധനബിൽ ജൂലൈ 1-ന് നിയമസഭയിൽ അവതരിപ്പിക്കും. എന്നാൽ നികുതി കുറച്ചുകൊണ്ട് ബിൽ നിയമസഭ പാസാക്കിയാലും ഇത്തരം മദ്യങ്ങളുടെ വിൽപ്പനയ്ക്ക് ഉടൻ അനുമതി നൽകില്ലെന്നാണ് സർക്കാരിന്റെ പുതിയ അവകാശവാദം. വീര്യം കുറഞ്ഞ പുതിയ ഇനം മദ്യങ്ങൾ വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. മദ്യനയവുമായി ബന്ധപ്പെട്ട് UDF മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ടു പോകുന്നത്. നികുതി ഇളവ് നൽകുന്ന കാര്യത്തിൽ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഘടകകക്ഷി നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തും. നികുതി ഘടന ഉടൻ മാറ്റേണ്ടതില്ലെന്ന അഭിപ്രായമാണ് നിലവിൽ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. അതേസമയം നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചുവെന്ന നിലപാടിലാണ് ആദ്യം എതിർപ്പ് ഉയർത്തിയിരുന്ന എക്സൈസ് മന്ത്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ മുന്നണിക്ക് പുറത്തുനിന്നും കോൺഗ്രസിനകത്തുനിന്നും ഉയരുന്ന തിരുത്തൽ ശബ്ദങ്ങൾ സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വിവാദ മദ്യനയത്തിനെതിരെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് ലക്ഷ്യമിട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ അധ്യക്ഷനുമായ VM സുധീരൻ രംഗത്തെത്തിയത് സർക്കാരിന് തലവേദനയായി മാറിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ധനബില്ലിൽ ഈ നികുതി ഘടന ഉൾപ്പെടുത്തരുതെന്നും സുധീരൻ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് ഈ ബിൽ കാരണമാകുമെന്ന് ഉറപ്പാണ്. UDF യോഗം ചേർന്ന് ചർച്ച ചെയ്യുന്നതുവരെ കാത്തുനിൽക്കാതെ ഈ തീരുമാനം അടിയന്തരമായി പിൻവലിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് സുധീരൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. ബജറ്റിൽ ഇത്തരം ഒരു നികുതി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് പാർട്ടി തലത്തിലോ മുന്നണി തലത്തിലോ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല. പ്രഖ്യാപനത്തിന് മുൻപ് കൃത്യമായ കൂടിയാലോചനകൾ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ ഒഴിവാക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നിയമസഭയിൽ ധനബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ ഈ നികുതി ഇളവ് നിർദ്ദേശം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഭേദഗതികൾ സമർപ്പിക്കുകയാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ കാര്യം. LDF സർക്കാരിന്റെ മദ്യനയത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും ശക്തമായി വിമർശിച്ച വ്യക്തിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാടുകൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം പിന്തുടരണമെന്ന് സുധീരൻ ഓർമ്മിപ്പിച്ചു.